ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുചേരാം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനം. ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിച്ചു. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും ഇതുപോലെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ദൈവം തൻ്റെ മക്കളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാൻ തയ്യാറാകണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിനത്തിൽ നമ്മളോട് പറയുക. ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന ആ സന്ദർഭം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറയുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. ദൈവം അബ്രഹാമിനെ ഈ പ്രത്യേകമായ ഒരു ദേശത്തേക്ക്, കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനായിട്ട് ഈ ഊറിൽ നിന്ന് ഈ അബ്രഹാമിനെ വിളിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ വയസ്സ് ഓർക്കണം, 75. ഈ 75-ാമത്തെ വയസ്സിലാണ് ദൈവം 7 വാഗ്ദാനങ്ങൾ അബ്രഹാമിന് കൊടുക്കുന്നത്. 7 വാഗ്ദാനങ്ങൾ ദൈവം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ വംശങ്ങളും അനുഗ്രഹീതരാവും. ഈ 7 വാഗ്ദാനങ്ങൾ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണം. അബ്രഹാമിന് എന്തുണ്ട്? ഒന്നുമില്ല. പ്രായത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ 75 വയസ്സ്. ഈ 75-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഈ വൃദ്ധനായ ഈ മനുഷ്യനോട് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. പക്ഷേ അബ്രഹാം ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ദീർഘക്ഷമയോടെ കാത്തിരുന്നു. 1-2 വർഷങ്ങളല്ല, നീണ്ട 25 വർഷം. പലരും ഇന്ന് ദൈവസ്നേഹത്തിലൊക്കെ ആഴപ്പെട്ട് വന്നതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ പരാതിയായി. അച്ഛാ, മാസങ്ങളായി പ്രാർത്ഥിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. പലർക്കും പരാതികളാണ്. മാസങ്ങളും വർഷങ്ങളും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥന നിർത്തി, ഇനി വേണ്ട, ഇനി പള്ളിയിൽ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന വിശ്വാസികളെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ അടുത്ത സമയത്ത് ഒരു അമ്മച്ചി, പ്രായമുള്ള അമ്മച്ചിയാണ്, അവരുടെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോഴൊക്കെ പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം. 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വീണ്ടും അതേ പരാതി തന്നെ പറയുകയാണ്, അച്ഛാ പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ അച്ഛാ. ഞാൻ പറഞ്ഞു, കാത്തിരിക്കുക, ദൈവത്തിനൊരു സമയമുണ്ട്, തക്ക സമയത്ത് ദൈവം ഇടപെടും. ഉടനെ ഈ അമ്മച്ചി പെട്ടെന്ന് പറയാണ്, മകൾക്ക് 30 വയസ്സായി, ഇനിയാണോ ഇനി കാത്തിരിക്കാൻ പറയുന്നത്? അച്ഛൻ എന്താ പറയുക? 30 വയസ്സായി, അവളുടെ കൂടെയുള്ള പെൺമക്കളൊക്കെ കല്യാണം കഴിച്ചു, അവർക്ക് മക്കളായി. എൻ്റെ മകൾ 30-ാമത്തെ വയസ്സിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറയാൻ വീണ്ടും കാത്തിരിക്കുവാനായിട്ട് എപ്പോഴാണ്? ഞാൻ സ്നേഹത്തോടെ ആ അമ്മച്ചിയോട് പറഞ്ഞു, ദൈവത്തിന് ഒരു സമയമുണ്ട്, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക, തക്ക സമയത്ത് കർത്താവ് ഇടപെടും. പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായം 5 വചനം പറയുകയാണ്, അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. 75-ാമത്തെ വയസ്സിലെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ അബ്രഹാം കാത്തിരുന്നു. സങ്കീർത്തനം 27:14 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തകൻ പറയുകയാണ്, കാരണം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. നമ്മുടെ പ്രത്യാശ ദൈവമാണ്. ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
ജീവിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കണം. കാരണം അവൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഓരോ ദിവസവും നമുക്ക് പറയാനായിട്ട് കഴിയണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടും. അതല്ലെങ്കിൽ അടുത്ത ദിവസം പ്രഭാതത്തിലാവുമ്പോൾ വീണ്ടും പറയാനായിട്ട് സാധിക്കണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടും. ആ ദിനം അവസാനിക്കുമ്പോൾ പറയണം, കർത്താവ് നാളെ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. നാളത്തെ പ്രഭാതം ഈ ഭൂമിയിൽ കാണാനായിട്ട് തരുമ്പോൾ നമ്മൾ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. സങ്കീർത്തനം 31 സങ്കീർത്തനം 4 വചനം ഇപ്രകാരമാണ്: കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുവോളം ഞാൻ കാത്തിരിക്കും എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ വിശ്വാസി. ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുവോളം ഞാൻ കാത്തിരിക്കും എന്ന് പറയുവാനായിട്ടുള്ള ഒരു ചങ്കൂറ്റമുണ്ടാകുമ്പോഴാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വാസ ചൈതന്യത്തിൽ വളർന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് കാത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തോട് ആഴമായൊരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ എന്താണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നിരാശയ്ക്ക് അടിമപ്പെടും. ചിലർ ആത്മഹത്യയിലേക്ക് പോകുന്നു, ചിലർ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ആ വഴിവിട്ട ബന്ധങ്ങളെ തിരഞ്ഞെടുത്ത് വിശ്വാസ ജീവിതത്തിന് വിരുദ്ധമായ വികലമായ ജീവിതാവസ്ഥകളിലേക്ക് വ്യക്തികൾ താഴാനായിട്ട് കാരണം എന്താണ്? സ്നേഹമില്ല. ദൈവത്തോടുള്ള ആഴമായ സ്നേഹമില്ല. ആ സ്നേഹമില്ലാത്തത് കൊണ്ട് കാത്തിരിക്കുവാനായിട്ടുള്ള മനസ്സുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 29 അധ്യായത്തിൽ നമ്മളൊരു മനുഷ്യനെ കാണുന്നുണ്ട്, പൂർവ്വപിതാവായ യാക്കോബ്. ഈ യാക്കോബ് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്: സ്നേഹമുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും അതിജീവിച്ച് കാത്തിരിക്കാനായിട്ട് സാധിക്കുമെന്ന് പൂർവ്വപിതാവായ യാക്കോബ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 29 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം ലാബാൻ്റെ കീഴിൽ പണിയെടുത്തു. ആദ്യം കാരണം ഈ റാഹേലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ റാഹേലിനെ ഈ യാക്കോബിന് ഇഷ്ടമായി. ലാബാൻ പറഞ്ഞു, നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, നീ പക്ഷേ 7 കൊല്ലം എൻ്റെ ആടുമാടുകളെയൊക്കെ നോക്കി നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി വേല ചെയ്യണം. യാക്കോബ് സ്നേഹത്തോടെ ഈ ജോലിയൊക്കെ ചെയ്തു. കാരണം യാക്കോബിൻ്റെ ഉള്ളിലെ സ്നേഹം എന്താണ്? ആ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ വാഗ്ദാനത്തെ സ്വന്തമാക്കണം, റാഹേലിനെ സ്വന്തമാക്കണം. അതുകൊണ്ട് റാഹേലിനോടുള്ള ആ സ്നേഹം യാക്കോബിൽ നിറഞ്ഞു നിന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ 29 അധ്യായം 20 വാക്യമാണ്. ഈ 7 കൊല്ലം ദീർഘമായ കഠിനമായ ആ ജോലികളിലൂടെ യാക്കോബ് കടന്നു പോകുമ്പോഴും ആ 7 കൊല്ലവും ഏതാനും ദിവസങ്ങൾ പോലെയാണ് യാക്കോബിന് തോന്നിയത്. കാരണം എന്താണ്? ആ വാഗ്ദാനം. കാരണം ഈ റാഹേലിനെ സ്വന്തമാക്കണം, അതിലുള്ള ആ സ്നേഹം, ആ വാഗ്ദാനത്തിലുള്ള ആഴമായൊരു സ്നേഹം യാക്കോബിനിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് പ്രതിസന്ധികളും വിഷമതകളും ഒരു വിഷമമായി തോന്നിയില്ല. കാലദൈർഘ്യം ഒരു വലിയ കാലദൈർഘ്യമായിട്ട് തോന്നിയില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞ വാഗ്ദാനങ്ങൾ പെട്ടെന്ന് സംഭവിക്കാതിരിക്കുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ കാരണമെന്താണ്? നമ്മൾ ആ സ്നേഹത്തിൽ, ആ വാഗ്ദാനം ചെയ്ത ദൈവത്തിലുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 37 സങ്കീർത്തനം 7 വാക്യത്തിൽ, കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക, ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കാരണം ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവരെ കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ. പക്ഷെ അവരെ കണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, വളഞ്ഞ വഴികളിലൂടെ പോകേണ്ട, ഇരട്ടിപ്പിക്കുവാനായിട്ട് തെറ്റായ മാർഗങ്ങളിലൂടെ പോകേണ്ട. ഉള്ള സമ്പത്തെ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ലഭിക്കുന്ന ആ സമ്പാദ്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് തക്ക സമയത്ത് നമുക്ക് അഭിവൃദ്ധി തരും. പക്ഷെ നമ്മൾ വീണ്ടും യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരിക. യാക്കോബിനെ ഈ ലാബാൻ പറ്റിക്കുകയാണ്. റാഹേലിന് പകരം ലേയെ കൊടുക്കുക. മൂത്തവള് ലേയയാണ്. ആദ്യ രാത്രിയിൽ ആണ് യാക്കോബ് തിരിച്ചറിയുന്നത് ഈ പറ്റിച്ചിരിക്കുകയാ ലാബാൻ. റാഹേലിനെയാണ് തന്ന് പറ്റിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അടുത്ത ദിവസത്തിൽ യാക്കോബ് ഈ മനുഷ്യനോട് യാക്കോബ് വന്ന് സംസാരിക്കുന്നുണ്ട്, എന്നെ പറ്റിച്ചില്ലേ. അപ്പോൾ പെട്ടെന്ന് ലാബാൻ പറയുന്നത് എന്താണ്? മൂത്തവൾ നിൽക്കെ ഇളയവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ശരിയാണോ? ലാബാൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ലാബാൻ എന്നിട്ട് തുടർന്ന് യാക്കോബിനോട് പറയുകയാണ്, നീ ഒരു 7 കൊല്ലവും കൂടെ എനിക്ക് വേണ്ടി ജോലി ചെയ്യ്, ഞാൻ റാഹേലിനെ നിനക്ക് തരാം.
പ്രിയമുള്ളവരെ, ആ സ്നേഹം, ആഴമായ ആ ഒരു സ്നേഹമുള്ളത് കൊണ്ട് ഈ വാഗ്ദാനം എനിക്ക് എൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യാക്കോബ് വീണ്ടും ലാബാന് വേണ്ടി ജോലി ചെയ്യുകയാണ്. അപ്പോൾ തിരുവചനം വീണ്ടും പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ കാത്തിരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകും. 14 വർഷത്തോളം കാത്തിരുന്ന് ഒരു കുഞ്ഞിന് വേണ്ടി 14 വർഷം കാത്തിരുന്ന ഒരു ദമ്പതികളെ എനിക്കറിയാം. ഓരോ ദിവസവും, കാരണം ദൈവം വാഗ്ദാനം കൊടുത്തതാ. ഒരു നല്ല ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ, വിവാഹം കഴിഞ്ഞ് 3-4 വർഷങ്ങൾ കഴിഞ്ഞ് മക്കളെ കിട്ടുന്നില്ല. നല്ലൊരു ധ്യാനത്തിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, നിങ്ങൾക്കൊരു കുഞ്ഞ് തരും, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മാതാപിതാക്കളാകും, ഒരു കുഞ്ഞിനെ നിങ്ങൾ വളർത്തും, ആ കുഞ്ഞിനെ ദൈവം തക്ക സമയത്ത് തരുമെന്ന് ആ കൗൺസിലിംഗ് സമയത്തും അതുപോലെ തന്നെ ആരാധന സമയത്തും ഒക്കെ ഈ ദമ്പതികൾക്ക് വെളിപ്പെട്ട് കിട്ടി. അപ്പോൾ ദൈവം കൊടുത്ത ഈ വാഗ്ദാനം ഓരോ വർഷങ്ങൾ കഴിയുന്നു, 5 വർഷം കഴിയുന്നു, ഈ വാഗ്ദാനം പൂർത്തീകരിക്കുന്നില്ല. എന്നിട്ടും അവർ ആരോടും പരാതിയില്ല. അവർ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുകയാണ്. ഓരോ വർഷം കഴിയും തോറും ഈ വാഗ്ദാനങ്ങളിൽ തങ്ങൾ അടുത്ത് വരികയാണെന്നുള്ള തിരിച്ചറിവോടെ അവർ പ്രാർത്ഥനയിൽ കൂടുതൽ തീഷ്ണതയുള്ളവരും സ്ഥിരതയുള്ളവരുമായിട്ട് മാറി. കർത്താവ് അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ 14-ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ചില വാഗ്ദാനങ്ങൾ അല്പം താമസിക്കുമ്പോൾ നമ്മൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കാത്തിരിക്കുന്നവരാകുക. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നത് പോലെ, യാക്കോബ് ദീർഘക്ഷമയോടെ കാത്തിരുന്നത് പോലെ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇതാണ്: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാവുക, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കാരണം വാഗ്ദാനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ വാഗ്ദാനം അവൻ പൂർത്തീകരിക്കും. കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ബുദ്ധിയെ ആശ്രയിക്കരുത്. എങ്ങനെ സംഭവിക്കും? അയ്യോ, ഇത്രയും പ്രായമായില്ലേ, അല്ലെങ്കിൽ ചുറ്റുപാടുകളിലെ ഈ ലോകത്തിലെ സാഹചര്യങ്ങളും സാധ്യതകളും കണ്ടുകൊണ്ടല്ല വിശ്വാസ ജീവിതം നയിക്കേണ്ടത്. വിശ്വാസ ജീവിതം നയിക്കേണ്ടത് സകലതും സാധ്യമാക്കുന്ന, അസാധ്യമായതിനെയും സാധ്യത കൊണ്ടുവരുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചുള്ള, ആ ദൈവത്തിൽ വിശ്വസിച്ചുള്ള ഒരു ജീവിതമാണ്. അതല്ലാതെ നമ്മുടെ കഴിവിലും മിടുക്കിലും നമ്മുടെ ബുദ്ധിയിലും ആശ്രയിക്കുമ്പോഴാണ് കാത്തിരിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടുന്നത്. സുവിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്, ദൈർഘ്യമായ ഒരു കാത്തിരുന്ന ഒരു മനുഷ്യൻ, ശിമയോൻ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ശിമയോനെക്കുറിച്ച് പറയുന്നുണ്ട്. ശിമയോൻ ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അഭിഷിക്തനെ കാണാതെ ഈ ഭൂമിയിൽ നിന്ന് നീ പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിമയോന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ പ്രവചനത്തിൽ വിശ്വസിച്ച് ശിമയോൻ കാത്തിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 26 കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. വാർദ്ധക്യത്തിൻ്റെ ആ അവസ്ഥകളിലൂടെ ശിമയോൻ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിൽ അടിയുറച്ചു നിന്ന് ഓരോ ദിവസവും ശിമയോൻ കാത്തിരുന്നു. ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ശിമയോൻ കാത്തിരിക്കുകയാണ്. ശിമയോൻ ദേവാലയത്തിൽ ചെന്നിട്ട് ഒരുപക്ഷെ ഇന്നായിരിക്കാം രക്ഷകൻ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, എത്ര നാൾ ദീർഘമായ ഒരു കാത്തിരിപ്പ് ശിമയോൻ്റെ ജീവിതത്തിലുണ്ടായി. ശിമയോൻ കാത്തിരുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 25-26 വചനം: തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കാത്തിരുന്നാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളാകും. കാത്തിരിക്കാതെ എടുത്തു ചാടിയാൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും, അപകടങ്ങളുണ്ടാകും. അതിനുള്ള ഉദാഹരണവും നമുക്ക് തിരുവചനങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സാമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു മനുഷ്യനെ കാണുന്നുണ്ട്. സാമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സാവൂൽ രാജാവിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള ആ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദഹനബലിക്ക് സമാധാന ബലിക്കുമായി സാമുവേൽ പ്രവാചകൻ വരാൻ വൈകിയപ്പോൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സാവൂൾ ദഹനബലി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നെത്തി.
പ്രിയമുള്ളവരെ, സാമുവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ കാഴ്ച അർപ്പിക്കുവാനായിട്ട്, സമാധാന ബലിയും ദഹന ബലിയും അർപ്പിക്കുവാനായിട്ട് ഞാൻ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞു. സാമുവേൽ പ്രവാചകൻ വരാനായിട്ട് താമസിച്ചപ്പോൾ ഇതെല്ലാം ഒരുങ്ങി കാത്തിരുന്ന ഈ സാവൂൾ രാജാവിൻ്റെ ബുദ്ധിയിലൊരു ചിന്ത വന്നു, ഇത്രയും സമയമായില്ലേ കാത്തിരുന്നിട്ടും സാമുവേൽ പ്രവാചകനെ കാണുന്നില്ലല്ലോ, എന്തായാലും ഞാൻ കയറി ഒന്ന് ബലിയർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാവൂൾ ബലിയർപ്പിക്കുകയാണ്. ബലിയർപ്പിച്ചു കഴിയുന്ന നിമിഷങ്ങളിൽ സാമുവേൽ പ്രവാചകൻ അവിടെ എത്തുകയാണ്. 1 സാമുവേൽ 13-ാം അധ്യായം 13 വചനം പറയുകയാണ്. സാമുവേൽ സാവൂളിനോട് പറയുകയാണ്, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. സാവൂളിന് രാജ്യം നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ക്ഷമയോടെ കാത്തിരിക്കാതെ നീ എടുക്കുന്ന നിലപാടുകൾ അത് അനുഗ്രഹമല്ലാതെ ശാപമായി മാറാനായിട്ട് ഇടയുണ്ടെന്ന് തിരിച്ചറിയണം. ചിലരൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ധ്യാനത്തിലൂടെയാകാം, അല്ലെങ്കിൽ ദൈവാരാധനയുടെ നിമിഷങ്ങളിലാകാം, തിരുവചനങ്ങൾ ധ്യാനിച്ച് വായിച്ചപ്പോൾ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളിലൂടെ ലഭിച്ച വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കാത്തിരിക്കാതെ ഒരു വേള ആ വാഗ്ദാനങ്ങളെ മറന്ന് സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ച് തെറ്റായ നിലപാടുകളും തീരുമാനങ്ങളും എടുത്തു പോയതുകൊണ്ട് ഇന്ന് ദുഃഖിക്കുന്ന അനേകരെ കാണാനായിട്ട് അനേകരുണ്ട്. കാരണം വാഗ്ദാനങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കാതെ എടുത്തു ചാടി ചെയ്യുന്നത് അപകടമായി, നിരാശയായി, അസ്വസ്ഥതയായി മാറാനായിട്ട് സാധ്യതയുണ്ട്. പത്രോസ് ലീഹായുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വാഗ്ദാനങ്ങൾ തരിക മാത്രമല്ല, ആ വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവിധം ശ്രദ്ധാലുവാണ് നിൻ്റെ ദൈവം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ അവയർനെസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എടുത്തുചാടി ചെയ്യുന്നത്. കുറേ നാൾ കാത്തിരുന്നു, നിരാശയായി, ഇനി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേര്, തെറ്റായ പ്രേമബന്ധങ്ങളിൽ അടിമപ്പെട്ട് ഒളിച്ചോടുന്ന എത്രയോ പേര്. കാരണം അവരുടെയൊക്കെ ജീവിതങ്ങളിലെ ഈ തകർച്ചയുടെ പിന്നിലെന്താണ്? അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ കാത്തിരിക്കാൻ മടിച്ചതുകൊണ്ടാണ്, അതിൽ വിശ്വസിക്കാൻ മടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തകർച്ചകൾ ആ ജീവിതങ്ങളിൽ കടന്നു വരുന്നത്. സങ്കീർത്തനം 37-ാം സങ്കീർത്തനം 34-ാം വാക്യം, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലോ സർവ്വ മഹത്വവും സർവ്വ സമ്പത്തുമുള്ള ദൈവത്തിൻ്റെ ആ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ സമ്പത്തും സർവ്വ മഹത്വവുമുള്ള ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും, തക്ക സമയത്ത് ഇടപെടും. അത് കാത്തിരിക്കണം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ കാത്തിരിപ്പ് നമ്മളെ കൊണ്ട് നയിക്കുന്ന മറ്റൊരു കാത്തിരിപ്പിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്. ഏതാണ് ആ കാത്തിരിപ്പ്? ക്രിസ്തുവിൻ്റെ 2-ാം വരവിനുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പ് അനുദിന ജീവിതത്തിൽ ഭൗതിക മേഖലകളിൽ, ഭൗതിക കാര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കാത്തിരിക്കുന്നതോടൊപ്പം വലിയൊരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറഞ്ഞിട്ടുള്ളതാണ്, അവൻ വീണ്ടും വരും. കർത്താവായ യേശു വരും. ജാഗരൂകതയോടെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുവാനായിട്ട് ഓരോ വിശ്വാസിക്കും കഴിയണം. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 3 പറയുന്നില്ലേ, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. ഇതൊരു വചനമാണ്. ഈ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. യേശുവിൻ്റെ 2-ാം വരവ് അതൊരു കാത്തിരിപ്പാണ്. ദീർഘക്ഷമയോടെ വിശ്വാസി കാത്തിരിക്കാനായിട്ട് കഴിയണം. അതില്ലാതെ തിന്നും കുടിച്ചും ഇനി കർത്താവ് വരികയില്ല, കർത്താവ് അങ്ങനെയുള്ള പ്രവചനങ്ങളൊന്നും സംഭവിക്കുകയില്ല. ബാക്കിയുള്ള പ്രവചനങ്ങളൊക്കെ നടന്നു,
പക്ഷേ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എത്രയോ ദൈർഘ്യമായ ഒരു കാലയളവാണ്. ഇനി അത് സംഭവിക്കുമോ എന്നൊക്കെ നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലൊക്കെ ആശ്രയിച്ച് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നന്നായിട്ട് തട്ടിമുട്ടി ജീവിക്കാമെന്നുള്ള രീതിയിൽ അവൻ്റെ കാത്തിരിപ്പിനൊരുങ്ങാതെ ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ അത് തിരുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിനത്തിൽ നമ്മളോട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 2 മുതൽ 13 വരെയുള്ള ആ ഒരു ഉപമയിൽ ഈശോ പഠിപ്പിക്കുന്നില്ലേ 10 കന്യകകളുടെ കാത്തിരിപ്പ്. 10 കന്യകകൾ മണവാളനെ എതിരേൽക്കുവാനായിട്ട് കാത്തിരുന്ന 10 കന്യകകളിൽ 10 പേരിൽ 5 പേര് വിവേകമതികളും 5 പേര് വിവേകശൂന്യരും. ക്ഷമയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ കാത്തിരിക്കാത്ത ആ വിവേകശൂന്യരായ കന്യകകൾക്ക് അവസാനം മണവാളനെ സ്വീകരിക്കാൻ പറ്റിയില്ല. മണവാളൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൈകളിലെ എണ്ണ നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി സ്നേഹത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെയൊക്കെ എണ്ണ നമ്മുടെ ഉള്ളിൽ നിറച്ചു നിർത്തി കാത്തിരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വിവേകശൂന്യരായ ഈ കന്യകളെ പോലെ നമ്മളും പരാജയത്തിലേക്ക് ചെന്ന് വീഴാനായിട്ട് സാധ്യതയുണ്ടെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. 25-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യം, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്ക് അറിയില്ല. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്കറിയില്ല. ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ, കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും, അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. വീണ്ടും യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ, സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 27-28 വചനം കൂടെ നമുക്കൊന്ന് ധ്യാനിച്ച് ഉൾക്കൊള്ളാം. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അവൻ വീണ്ടും വരും, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ക്രിസ്തുവിൻ്റെ പ്രവചനം, അവൻ്റെ ജനനവും അതുപോലെ തന്നെ പീഡാസഹനവും മരണവും ഉയർപ്പുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനമായിരുന്നു. അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുണ്ട്, അതൊരു പ്രവചനമാണ്. ആ പ്രവചനത്തിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ ഈ കാത്തിരിപ്പ് എത്ര ദൈർഘ്യമായാലും ഇത് പൂർത്തീകരിക്കപ്പെടുന്നതുവരെ ഞാൻ കാത്തിരിക്കുമെന്ന് പറയുവാനായിട്ടുള്ള ഒരു ബലം, ഒരു വിശ്വാസം, ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കെടാതിരിക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം ശോഭിച്ചു നിൽക്കുക, പ്രശോഭിച്ചു നിൽക്കുക. അതല്ലെങ്കിൽ അത് ഉണങ്ങിയ ജീവിതമായിട്ട് മാറും, മങ്ങിയ ജീവിതമായിട്ട് മാറും, ഇരുളടഞ്ഞ ജീവിതമായിട്ട് മാറും. നമുക്ക് ഈ ദീർഘക്ഷമയോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവരാകാം. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. സ്നേഹമുണ്ടെങ്കിലേ കാത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ തമ്പുരാനോട്, എൻ്റെ ഈശോയോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ രണ്ടാം വരവ് വരെ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ ഈ ഭൂമിയിൽ കാത്തിരിക്കുവാൻ എനിക്ക് സാധിക്കും. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ക്ഷമയെ, അക്ഷമരാകുന്ന ഈ കാത്തിരിപ്പിൽ ക്ഷീണിച്ചു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. കാരണം കാത്തിരിക്കുമ്പോൾ ലോകത്തിലെ തിന്മയുടെ ശക്തികളുടെ ആ സ്വാധീനത്തിൽ, ആ വലയത്തിൽപ്പെടാതെ വചനത്തിൽ ആഴമായി, വചനത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് ദീർഘക്ഷമയോടെ, സ്നേഹത്തോടെ കാത്തിരിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ ദൈവമേ, തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. കർത്താവെ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളും ദൈവിക ഇടപെടലുകളും ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെയും ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുവോളം ക്ഷമയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും ഞങ്ങളിൽ നിലനിർത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.